உன் ஜீவனனக்காகத் தந்தி, உன் ரத்தம் எனக்காக சிந்தி, உன் ஜீவன் எனக்காகத் தந்தி, உன் ரத்தம் எனக்காக சிந்தி, என் ஜீவனாள் முழுவதும் நான் உமக்காக ஸ்தோத்திரம் செய்வே. என் ஜீவனாள் முழுவதும் நான் உமக்காக ஸ்தோத்திரம் செய்வே. அப்பா, நான் என்ன செய்ய வேண்டும்? அப்பா, நான் எங்க செல்ல வேண்டும்? அப்பா, நான் என்ன செய்ய வேண்டும்? அப்பா, நான் எங்க செல்ல வேண்டும்? அருளும் 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 தகப்பா, அருளும் 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 തകപ്പാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 45-7 വാക്യമാണ്. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ആ വചനമൊന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. അതിൻ്റെ അർത്ഥം ഈ വ്യക്തിയുടെ മനോഭാവം കണ്ടു, ഒരു വ്യക്തിയുടെ സ്വഭാവം കണ്ടു. അവനെന്താ ഇഷ്ടപ്പെടുന്നേ? അശുദ്ധിയല്ല, പാപമല്ല, ലോകമല്ല, തകർച്ചയല്ല. അവൻ ഇഷ്ടപ്പെടുന്നത് നീതിയാണ്. സ്തോത്രം. നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അതിനെ പോലും കർത്താവ് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. സങ്കീർത്തനം പൗലോസ് പറഞ്ഞൊരു വാക്കില്ലേ, എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷേ എന്നിലത് അറിയാതെ ഉണ്ടാകുകയാണ്. പക്ഷെ ഇവിടെ പറയുകയാണ്, ഇഷ്ടപ്പെടുകയാണ് നീതി ചെയ്യാൻ. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ വെറുക്കുന്നു അല്ലെങ്കിൽ ദോഷിക്കുന്നു. അപ്പം പറയാ, ദൈവം നിന്റെ ദൈവം തന്നെ. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നല്ല കാര്യങ്ങൾ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ദൈവം നിന്റെ ദൈവം. വചനമനുസരിക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് നമ്മുടെ അകത്ത് ഉണ്ടാകുമ്പോൾ നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും മറ്റുള്ളത് കാണുമ്പോൾ ശ്വാസം മുട്ടുകയും ചെയ്യുന്ന ഒരു മൈൻഡ് നമ്മുടെ മേലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ റിസൾട്ട് പറയുകയാണ്. എന്താണ്? കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം തന്നെ അഭിഷേകം ചെയ്യും. ഇപ്പം നമ്മുടെ മേലുള്ള കൂട്ടുകാരിൽ പരമായി നമുക്ക് അഭിഷേകം ലഭിക്കണോ? അതിന് നീതി ഇഷ്ടപ്പെടണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വചനം ഇഷ്ടപ്പെടണം, പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെടണം, ദൈവപദ്ധതിയെ ഇഷ്ടപ്പെടണം, ദൈവ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടണം. സ്വർഗീയമായതിനെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ കൂട്ടുകാരിൽ പരമായുള്ള ആനന്ദ തൈലം കൊണ്ട് ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. എന്തെന്നില്ലാത്തൊരു ആനന്ദം ദൈവം നമ്മുടെ മേൽ തരും. കൂട്ടുകാരിൽ ഇല്ലാത്തൊരാനന്ദം കർത്താവ് അങ്ങനെയൊക്കെ തരുന്നത്. സങ്കീർത്തനം 4 പറയുന്നത് എന്താണ്? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിൽ അധികമായി തരും. ദൈവം പറയുകയാണ്, കൂട്ടുകാരിൽ പരമായി തരും. എഫെസ്യ ലേഖനം പറയുന്നു,
ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറം തരും. ആമേൻ. നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്യും. ആമേൻ. ഈ വചനത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ നിങ്ങളെ കൊതിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ കൊതിക്കുമ്പോൾ, നിങ്ങളുടെ അഭിഷേകവും വർദ്ധിപ്പിക്കുകയാണ്. ആമേൻ. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ആനന്ദ തൈലം. സ്തോത്രം. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അതൊരു പ്രത്യേകമാണ്. എന്ന് പറഞ്ഞാൽ വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട് കൊടുക്കുന്ന ദൈവം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷിക്കാൻ നിനക്ക് കഴിയും. ആമേൻ. പൗലോസ് കാരാഗൃഹത്തിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത് സന്തോഷിപ്പീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ഈ അഭിഷേകം വീണിട്ടുണ്ട്. ആമേൻ. സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കത്തില്ല, സാന്നിധ്യം നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കും. ആമേൻ. നിന്നെ കാണുന്നവർ ചോദിക്കും, എന്താ ഇത്ര സന്തോഷം? കാരണം പൊട്ടക്കുഴിക്കും കാരാഗൃഹത്തിനും പത്മോസിനും ഒന്നും തകർക്കാൻ കഴിയാത്ത ഒരു സന്തോഷം, സമാധാനം ദൈവം നിനക്ക് തരും. ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുന്നവരിൽ അങ്ങനെ ഒരു സമാധാനം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു സന്തോഷം കിട്ടാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ ജനം സന്തോഷിക്കട്ടെ. ആനന്ദ തൈലത്താൽ മറ്റുള്ളവരെല്ലാവരും അനുഭവിക്കുന്നതിനെക്കാട്ടിലും ഒരു ആനന്ദം അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഞങ്ങൾ അങ്ങേക്കായി കാത്തിരിക്കുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങേ അന്വേഷിക്കുന്നു. യേശുവെ, അങ്ങേ ഇഷ്ടപ്പെടുന്നു. യേശുവെ, ഞങ്ങൾ വചനത്തെ ഇഷ്ടപ്പെടുന്നു, നീതിയെ ഇഷ്ടപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ, അങ്ങേ ഇഷ്ടപ്പെടുമ്പോൾ, അങ്ങയുടെ അഭിഷേകത്തെ, സാന്നിധ്യം എല്ലാം ഞങ്ങളുടെ ഇഷ്ടമാകുമ്പോൾ, കർത്താവെ, അങ്ങ് ഞങ്ങളെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യും. യേശുപ്പ, കർത്താവ്, എല്ലാ ദുഃഖങ്ങൾ മാറട്ടെ കർത്താവെ, എല്ലാ വിഷണ മനസ്സുകൾ മാറട്ടെ കർത്താവെ. കർത്താവ്, ആനന്ദ തൈലത്താൽ അങ്ങ് അഭിഷേകം ചെയ്യുന്നതിന് നന്ദി പറയും. സന്തോഷത്തെ ഉടുപ്പിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്, ആനന്ദവസ്ത്രം അണിയിപ്പിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ. യേശുപ്പ, ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. എല്ലാ ദുഃഖങ്ങൾ മാറട്ടെ, ആശ്വാസം ഉണ്ടാവട്ടെ, ആനന്ദമുണ്ടാവട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. ഈ വചനം കേൾക്കുമ്പം ഒരു കാര്യം എനിക്ക് ബോധ്യമാണ്, നിങ്ങളുടെ കൂട്ടുകാരെക്കാളിലും ഏതൊക്കെയോ നിലയിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. അതിൽ പരമായിട്ട്, സഹോദരന്മാരിൽ പരമായി ഉയർത്തുന്ന, കൂട്ടുകാരിൽ പരമായി ഉയർത്തുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകും. അപ്പോൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കൂട്ടുകാർ കളിയാക്കുന്നുണ്ട്, വീട്ടുകാർ കളിയാക്കുന്നുണ്ട്, സഹോദരങ്ങൾ പറയുന്നുണ്ട് ഒന്നുമില്ലെന്ന്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പരമായി സ്തോത്രം അനുഗ്രഹിക്കുന്ന ദൈവം ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതായ സ്തോത്രം ഞങ്ങൾ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഈ വചനത്തെ നിങ്ങൾ പങ്കുവെക്കണം. എൻ്റെ ദൈവം എന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. പറഞ്ഞു, വചനത്തിന് ജീവനുണ്ട്, വചനം പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു. ഷലോം. ദയവായിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കും.